അമ്മ, ഞാൻ പുറത്തു വരെ പോയിച്ചെന്ന് വരാം. എങ്ങോട്ടാണ് നീ പോകുന്നേ? എന്നോട് പറഞ്ഞിട്ട് പോകും. ഇന്നാ കൊതുകിന്റെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ? രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി കാണും. അവളെ കാണാനൊന്ന് പോവാം. അങ്ങോട്ടേക്കാമോ? നീ പോകുന്നതൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് പോയിട്ട് വന്നോണം. വെറുതെ ആ പാവം പിടിച്ച കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച്. ദേ, എൻ്റെ നിന്ന് വാങ്ങും കേട്ടോ. അവൾ വല്ല ഇങ്ങോട്ടാണ് കരഞ്ഞോണ്ട് വന്നാ അപ്പോൾ എൻ്റെ സ്വഭാവം മാറുവേ. ഓഹോ, അവള് കരഞ്ഞ അമ്മയ്ക്ക് സങ്കടം. എന്താ, എന്റെ കണ്ണിന് ഈ വീട്ടിലൊരു വിലയില്ലേ? ഓഹോ, അങ്ങനാണോ? കാണിച്ചു തരാം. മാതാശ്രീ, നിങ്ങളിനി ഒന്നും പറയണ്ട. ഞാൻ ഇറങ്ങുക. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവക്ക്. കുരുത്തം കെട്ടവൻ, പറഞ്ഞാലും കേൾക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വരട്ടെ. ഓ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലോ. இருந்தோம் கவலையின்றி கண்மூடி கிடந்தோம் தோம் தரையில் விழுந்தோம் விழுந்தவுடன் கண் தூக்கம் தொலைத்தோம் அப்போது அப்போது போன தூக்கம் என் கண்களிலே எப்போது எப்போது வந்து എന്റെ ദേവേ, ഇവക്ക് എത്ര ലുക്കോ സാരിയില. അമ്മ, എന്റെ ദേവേ, കണ്ണെടുക്കാനേ തോന്നില്ല. കൺട്രോള് തരണേ അമ്മേ. അമ്പലപ്പറമ്പായി പോയി. അല്ലെങ്കിൽ ഇവളെ എടി കൊതുകേ. കൊതുകെന്നുള്ള വിളിയല്ലേ കേട്ടത്? എൻ്റെ ദൈവമേ, ആരാ? ഓ ഓ നശിപ്പിച്ചു. കുരുത്തം കിട്ട അവന് വരാൻ കണ്ട സമയം നോക്കിയേ. ഇങ്ങോട്ട് വന്നേടി. നീ ആര് പറഞ്ഞിട്ടേ സാരി ചുറ്റി ഇങ്ങോട്ട് വന്നേക്കുന്നേ? നീ ഒന്ന് ശരിക്കൊന്ന് കാണട്ടെ. ഇവിടെ വാ. എന്താടി പെണ്ണേ, നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം. ഓ, അത് ഇനിയും ജന്മന ഉള്ളതാണോ? എന്തോ ഉണ്ടല്ലോ. അതിപ്പോൾ കള്ളലക്ഷണം അതാരുടെ മുഖത്താണെന്ന് നന്നായിട്ടറിയാം. പിന്നെ സാരി ഉടുക്കണോ വേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതിനിപ്പോൾ അപ്പോഴെന്താ? ഞാനല്ലേ സാരി ഉടുത്തേ, അല്ലാതെ അപ്പോഴെന്നല്ലല്ലോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടോ? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കൊള്ളാവോ? നന്നായിട്ടുണ്ടോ? പറ. പാടത്ത് കോലം വെക്കാൻ കൊള്ളാം. നിനക്ക് മര്യാദയ്ക്ക് വന്നൂടെ? ഈ കണ്ണിയെ കണ്ട ചെക്കന്മാരെ കാണിക്കാൻ വേണ്ടി ഒരു കോപ്രായോടെ. ഞാനൊന്നും പറയുന്നില്ല. ഈ മഴയും പിടിച്ച് നിനക്ക് വല്ല ചുരിദാറോ അല്ലെങ്കിൽ പട്ടുപാട ബ്ലൗസോ അത് ഉടുത്തോണ്ട് വന്നാ പോരായിരുന്നോ? സാരി ഉടുത്തോണ്ട് ഇറങ്ങിയേക്കുന്ന നീനത് വാങ്ങൂട്ടോ. അതിനിപ്പോൾ എന്നാ അപ്പേട്ടാ? ഞാൻ സാരി ഉടുത്തതിനിപ്പോൾ എന്നാ കുറ്റം? ഞാൻ വലിയ കൊച്ചായില്ലേ. ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമല്ലേ. കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് റിസൾട്ട് വരും. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഹരിയേട്ടനും വരും. ഞങ്ങൾ കെട്ടിപ്പോവും. നീ അതുവരെ ഇവിടെ ഇരി, മുക്കി പല്ലും മുളച്ച്. പെണ്ണെ, വേണ്ടാട്ടോ. നല്ലൊരു ദിവസമായിട്ട് വെറുതെ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹരിയേട്ടൻ്റെ കാര്യം ഞാനിപ്പം പറഞ്ഞത് ഇഷ്ടമായില്ലെന്ന് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാൽ പോരെ. ചുമ്മാ വെറുതെ ഷോ. ഒന്നുമില്ലേലും ഹരി നിങ്ങളുടെ ചേട്ടനല്ലേ. പിന്നെ ഇത്രയ്ക്ക് ജലസിൻ്റെ ആവശ്യം എന്താ? അങ്ങേരൊരു പാവം മനുഷ്യൻ. അങ്ങേരുടെ അനിയനാണെങ്കിലോ മൊരട്ട് സാധനം. ദേ, മര്യാദയ്ക്ക് എനിക്ക് ബഹുമാനമൊക്കെ തന്നോ. കുറച്ച് നാളും കൂടെ കഴിയുമ്പം ഹരിയേട്ടൻ്റെ പെണ്ണായിട്ട് ഞാൻ അവിടോട്ട് വരേണ്ടതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഏട്ടത്തമ്മയൊക്കെ ആവും. ചേച്ചിന്നൊന്നും വിളിക്കണ്ട. ഓ, അത്രയൊന്നും വേണ്ടാന്നേ. ഈടാ മനമേ, അല്ലെങ്കിൽ തന്നെ നിന്നെ ആര് ചേച്ചിന്ന് വിളിക്കുന്നു? ഓ,
ഹരിയേട്ടാ ഞെട്ടാ പോണ മുതൽ ഒന്ന് പോയേടി. നീ വേണമെങ്കിൽ നോക്കിക്കൊടി വേണ്ടേ, അങ്ങേര് അവിടെ നിന്ന് വരുമ്പോൾ വില ചിരക്ക് പീസുമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ലാസ്റ്റ് നീ മൂങ്ങി എൻ്റെ അടുത്തോട്ടൊന്നും വന്നേക്കരുത്, കള്ള കുരുട്ടെ. ഓ കള്ള ചൊറിയുമ്പോഴും ആ കരുന്നാക്കെടുത്ത് വളച്ച് ഓടോ. എൻ്റെ ഹരിയേടൻ അങ്ങനൊന്നുമല്ല, നിങ്ങളെപ്പോലല്ല. എടി ഒതുകെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പതിയെ അങ്ങോട്ട് നടന്നാലോ? നീ ബാ, മഴ തോരും വരെ നമുക്ക് ആ ഷെഡിൽ കയറി നിൽക്കാം. മഴ തോർന്നിട്ട് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ശേ, നേരെ ഫുള്ളും നനഞ്ഞ് എൻ്റെ സാരിയും ആകെ പോയിട്ട് കുളമായല്ലോ. ആഹാ, നിന്റെ പറച്ചിലെ കേട്ട തോന്നുന്നു ഞാൻ പറഞ്ഞില്ല നീ സാരി കൊടുത്തോണ്ട് വന്നെന്ന്. അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ബോധം വേണ്ടേ? ഈ മഴക്കാലത്ത് നീ അല്ലാണ്ട് വേറെ ആരെങ്കിലും ഈ സാരി ചുറ്റിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമോ? അല്ലേ, ആരിത്? உசுர் என்னோட இருக்கையிலே நீ மண்ணோட போவதெங்கே அடவும் சீவனில் நான் இல்லையா கொல்ல അല്ല, ഞാൻ ആരൊക്കെ കാണുന്നേ? എത്ര നാളായി കണ്ടിട്ട്. ഇതിപ്പോ എന്താ പറ്റി? ചേട്ടനില്ലാത്തോണ്ട് അനിയനെ മതിയോ നിനക്ക്? എന്തായാലും കൊള്ളാം, നല്ല മാച്ചാ. ഇതേ പെണ്ണെ, മര്യാദയ്ക്ക് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ നീ ഇവിടുന്ന് പോകാൻ നോക്കും. പിന്നെ അവളുടെ ഇഷ്ടമാണ് ആരെയും നോക്കണം ആരെയും നോക്കണ്ട എന്നുള്ളത്. അതിലേതായാലും നീ തലയിടേണ്ട ആവശ്യമില്ല. അപ്പേട്ടാ വേണ്ട, വഴക്കിന് പോണ്ട, നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ ഞങ്ങൾ പോട്ടെ ചേച്ചി, പിന്നീട് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് കാണണം. അതിനെന്താ, നമുക്ക് കാണാലോ, കാണണമല്ലോ. മാളു, അവളങ്ങനെ പറയുന്നതായിട്ട് നിനക്ക് തെറ്റായോ? ഏയ് അങ്ങനൊന്നുമല്ല അപ്പേട്ടാ, എനിക്കിപ്പം വഴക്കിടാനൊരു മൂടില്ല, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളു. പിന്നെ എപ്പോഴാണേലും അവളെ എൻ്റെ കയ്യിൽ കിട്ടുമല്ലോ, അപ്പം ഞാൻ മറുപടി കൊടുത്തോളാം. പെട്ടെന്ന് നീ സൈലന്റ് ആയിരിക്കുന്നത് കണ്ട് അതുകൊണ്ട് ചോദിച്ചാ. ഏതായാലും നടക്ക്, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാം, എന്നിട്ടേ ഞാൻ ഇനി തിരിച്ചു പോകണുള്ളൂ. മഴ പെയ്ത നേരം, മലർ പൂത്ത നേരം, മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം. മഴ പെയ്ത നേരം, മലർ പൂത്ത നേരം, മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം. കണ്ണെത്തൊടു തൊടു, കാതൽ ചടുകുടുകുടു,